ജോബ് വിസയിൽ വന്ന് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ ആ അനുഭവത്തെ പറ്റി തുറന്നു കാണിക്കണമെന്ന് ഇവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് അങ്ങനെ ഒരു ഇത് പറയാൻ കാരണം? അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ജീവിതത്തിൽ? തീർച്ചയായും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, HR കമ്പനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ദിവസം ഒരുപാട് കോണ്ടാക്ട്സ് വരും, പല ആളുകൾ. ഇപ്പോൾ മാൾട്ടയിൽ നിന്ന് വരും, പോളണ്ട് അല്ലാതെ തന്നെ പല രാജ്യത്തു നിന്നും എനിക്ക് കോണ്ടാക്ട്സ് വരും. എന്തെങ്കിലും ജോലി ഉണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ വെച്ചാൽ ലക്ഷക്കണക്കിന് പൈസ നാട്ടിൽ നിന്ന് മുടക്കിയിട്ട്, അതും വൈഫിൻ്റെ പണ്ടം അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം അങ്ങനെ കൊടുത്തിട്ട്. കേൾക്കുമ്പോൾ വിഷമം തോന്നും, പക്ഷേ ഹെൽപ്ലെസ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അല്ലേ? പക്ഷേ ഞാൻ ഒരുപാട് പേർക്ക് ജോബ്, എനിക്ക് അറിയുന്ന ഒരുപാട് കമ്പനീസൊക്കെ വഴി ടച്ചപ്പ് അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് ഇവിടെ വർക്കില്ലാതെ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം പേഴ്സണലി. നാട്ടിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരുപാട് പേരുണ്ട് ഇതേപോലെ വർക്ക് വിസയിലൊക്കെ വരുന്നത്. അവരൊക്കെ എനിക്ക് പറയാനുള്ളത് മാക്സിമം മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഇങ്ങോട്ട് വരിക. കാരണം അവർക്ക് ഓൾറെഡി ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഡിഗ്രി മാസ്റ്റേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് എത്തുക. കാരണം ഇവിടെ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് ഇവിടുത്തെ ഗ്രാജുവേഷൻ, അതായത് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ UG ഗ്രാജുവേഷൻ എന്തെങ്കിലും വേണം. എന്നാലേ നമുക്ക് കമ്പനിക്ക് അവർ ഹയർ ചെയ്യുള്ളൂ.